നമ്മുടെ വിശ്വകർമ്മ സമൂഹത്തെക്കുറിച്ചിട്ട് നമുക്ക് ഒരു ഡോക്യുമെൻ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിൻ്റെ ഒരു ചരിത്രം കൂടിയും പറയാൻ പോവുകയാണ്. അപ്പോൾ ഞങ്ങളുടെ പൂർവികരുടെ സ്വദേശം എന്ന് പറയുന്നത് തഞ്ചാവൂർ എന്നാണ് പറയുന്നത് കേട്ടിട്ടുള്ളത്. അച്ഛനൊക്കെ പറഞ്ഞ കഥകളിൽ നിന്ന് നമ്മുടെ അറിവ് അങ്ങനെയാണ്. അപ്പോൾ ഈ തഞ്ചാവൂരിൽ നിന്ന് അവിടെ ക്ഷാമം വന്നപ്പോൾ ആ പ്രദേശത്തു നിന്ന് തൊഴിലുമായി ബന്ധപ്പെട്ട് ഒരു ജീവിതമാർഗ്ഗം അന്വേഷിച്ച് ഞങ്ങളുടെ മുൻഗാമികൾ ഇവിടേക്ക് യാത്ര തിരിച്ചെന്നും അങ്ങനെ അവർ വന്നു പെട്ടത് നമ്മുടെ ഈ ഭാരതപ്പുഴയുടെ വക്കിലാണെന്നും ആണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ അതിൽ ഞങ്ങളുടെ 5 വർണ്ണങ്ങളെന്ന് പറയുന്നത് വിശ്വകർമ്മ സമുദായത്തിൽ 5 വർഗ്ഗക്കാരാണ്. 5 സഹോദരന്മാരുടെ സമുദായമാണ്. അതിൽ ആശാരി, മൂശാരി, തട്ടാൻ, കരുവാൻ, ശില്പി. അപ്പോൾ അവർക്കൊക്കെ അതിൻ്റേതായ രീതിയിൽ ഈ ഭാരതപ്പുഴ സംരക്ഷിക്കപ്പെട്ടു എന്നാണ് ചരിത്രം പറയുന്നത്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഭാരതപ്പുഴയുടെ വക്കൽ ഞങ്ങളുടെ സമുദായം ഇവിടെ കൂടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ കളിമണ്ണുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങളുടെ ഈ തൊഴിൽ. അപ്പോൾ കളിമണ്ണിലാണ് ഞങ്ങളുടെ ശില്പങ്ങളൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ കളിമണ്ണ് നമുക്കിവിടെ യഥേഷ്ടമുള്ളത് കാരണം ഞങ്ങളുടെ സമൂഹം അതുപോലുള്ള ബാക്കിയുള്ള സമൂഹം ഇവിടെ കൂടിയെന്നാണ് വിശ്വസിക്കുന്നത്. ഈ കലയുടെ പിന്നിലുള്ളൊരു ചെറിയൊരു ചരിത്രം പറയുകയാണെന്നുണ്ടെങ്കിൽ എഴുവത്തൂർ രാജ്യം എന്ന് പറയുന്നൊരു രാജ്യം ഉണ്ടായിരുന്നു അത്ര. അവിടെ രാജാവ് അവരുടെ അതായത് രാജസന്നിധിയിൽ കുടുംബസമേതം അവരുടെ ജീവിതമൊക്കെ ആയിട്ട് പോകുമ്പോൾ രാജാവിന് മുഖം നോക്കണം എന്നുള്ളൊരു ആവശ്യം വന്നു അത്ര. അപ്പോൾ ഈ മുഖം നോക്കാൻ അന്നത്തെ കാലത്ത് ആളുകൾ ചെയ്തിരുന്നത് വെള്ളത്തിലേക്ക് നോക്കുകയായിരുന്നു എന്നാണ് പറയുന്നത് കേട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വെള്ളത്തിൽ നോക്കുകയാണെങ്കിലും വെള്ളത്തിലും ചെറിയ ചലനങ്ങൾ വരുമ്പോൾ ശരിക്കും മുഖം നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അങ്ങനെ രാജാവ് കൽപ്പന ചെയ്തു അത്രേ, എനിക്ക് മുഖം നോക്കാൻ ഒരു ദർപ്പണം എത്രയും വേഗം രാജസന്നിധിയിൽ സമർപ്പിക്കണം എന്ന് പറഞ്ഞു. രാജകൽപ്പന ഉണ്ടായി എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഈ രാജകൽപ്പന വന്നു കഴിഞ്ഞപ്പോൾ നാട്ടിലുള്ള എല്ലാവരും തൊഴിൽ ചെയ്യുന്ന ആളുകളുടെ മേഖല എന്ന് പറയുന്നത് വിശ്വകർമാക്കളാണല്ലോ. അവരോട് പറഞ്ഞു. അങ്ങനെ എല്ലാവരോടും ഈ രാജാവ് വിളംബരം ചെയ്തു. പക്ഷേ അവരുടെ ആ സമയമൊക്കെ എത്താറാകുമ്പോഴേക്കും അവർക്കും ഒന്നും ചെയ്യാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ അങ്ങനെ വിശ്വകർമാക്കളുടെ ഓരോ സഹോദരന്മാരും അതിൻ്റേതായ കാര്യങ്ങൾ ചെയ്തു. ആർക്കും അതിന് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നാണ് പറയണത്. അങ്ങനെ അവർ ലാസ്റ്റ് ഒരു ദിവസം കിടന്നുറങ്ങാൻ സമയത്ത് ഇനി എന്ത് ചെയ്യും, നാളത്തെ ഒരു ദിവസം മാത്രമേ ഉള്ളൂ, അത് കഴിഞ്ഞാൽ തല പോകുന്നൊരവസ്ഥയാണ് അത്ര. അപ്പോൾ എന്ത് ചെയ്യും? അങ്ങനെ അവർ ദൈവങ്ങളോടും അവരുടെ ഗുരുക്കന്മാരോടും ഒക്കെ പ്രാർത്ഥിച്ച് അങ്ങനെ കിടന്ന അർദ്ധരാത്രിക്ക് അതിന് ഒരു തീരുമാനം ഉണ്ടായി എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു ലോഹക്കൂട്ടിൽ പ്രഭാതം വിരിഞ്ഞ ആ സമയത്ത് ഒരു ലോഹക്കൂട്ട് കൊണ്ട് ഒരു ഇന്നത്തെ മിറർ എന്ന് പറയുന്ന ഒരു ദർപ്പണം തയ്യാറാക്കി രാജാവിന് സന്നിധിയിൽ വെച്ചു എന്ന്. അതാണ് ഇന്നത്തെ മുഖം നോക്കുന്ന വാൽക്കണ്ണാടി ഉത്ഭവിച്ച കഥ അതാണെന്ന് പറയുന്നുണ്ട്. അതിന് ശേഷമാണ് അത്ര രസക്കൂട്ടുകളായിട്ടുള്ള കണ്ണാടികളൊക്കെ നിർമ്മാണം ഉണ്ടായതെന്നാണ് പറയുന്നത്. അത് നമ്മുടെ ഈ പണിയുമായി ബന്ധപ്പെട്ടുള്ളൊരു ചരിത്ര കഥയാണ്.